പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു മത ആചാരപ്രകാരം വിവാഹം ചെയ്ത ഒരു നാസ്തിക സംഘടനയുടെ പ്രഭാഷകൻ്റെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം വരെ സംഘടിപ്പിച്ച് എന്ന് പേര് കേട്ട ഒരു സംഘടനയിലെ പ്രഭാഷകനായ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഹിന്ദു മത ആചാരപ്രകാരം വിവാഹം ചെയ്തതിനെ സോഷ്യൽ മീഡിയയിൽ വിമർശനവും ട്രോളും അതോടൊപ്പം തന്നെ ആശംസകളും ഒക്കെ വന്നു. അപ്പോൾ ഈ വിമർശനങ്ങൾ പല രീതിയിലാണ്. ആദ്യമേ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് എൻ്റെ വ്യക്തിപരമായ എല്ലാ ആശംസകളും നേർന്നു പോകുന്നു. ഈ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പല രീതിയിലുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ ഈ വിവാഹത്തെ അല്ലെങ്കിൽ വിവാഹം ചെയ്ത രീതിയെ ന്യായീകരിച്ച് ചെയ്യുന്ന അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് നാസ്തിക ഈ സംഘടനയിലുള്ള ആൾക്കാർ നടത്തുന്ന രീതി കാണുമ്പോൾ വല്ലാത്ത കഷ്ടം തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ ഉള്ളവനും മറ്റനേക ആൾക്കാർ, പ്രത്യേകിച്ച് യുക്തിവാദ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ സമരോത്സവമായ പ്രവർത്തനത്തിലൂടെ, പ്രത്യേകിച്ച് മതം മനുഷ്യൻ്റെ ഇടപെടുന്ന ജനനം, വിവാഹം, മരണം, ഈ പ്രക്രിയയിൽ മറികടന്ന് മതരഹിതമായി ജീവിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ആൾ, പ്രത്യേകിച്ച് സമരോത്സവപരമാണ്. വളരെ കഷ്ടപ്പെട്ട സമൂഹം ഒരു മതപരമായ സമൂഹമാണ്, പ്രത്യേകിച്ച് ജാതി ചെന്ന് ജീവിക്കുന്ന സമൂഹമാണ്. അവിടെ തന്നെ സമരോത്സവമായി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കളിയാക്കുന്ന രീതിയാണ് ഈ ന്യായീകരണ അടിമക്കൂട്ടങ്ങൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്ന് ഇന്ന് ഈ സമ്പ്രദായ വിവാഹം, പ്രത്യേകിച്ച് മത ആചാരപ്രകാരം വിവാഹം എന്ന് പറയുന്നത് സമൂഹത്തെ ഏറ്റവും കൂടുതൽ പിന്നോട്ട് നയിക്കപ്പെടുന്ന ഒരു സാമൂഹിക പ്രക്രിയയാണ്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന വ്യക്തിപരമായ പ്രവർത്തനമാണ് ഈ വിവാഹ സമ്പ്രദായം. ഇത് സമൂഹത്തോട് മുന്നോട്ട് നയിക്കുന്നതല്ല. അതിൽ ജാതി, മതം, സമ്പത്ത് എല്ലാം വന്ന് സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന പ്രക്രിയയാണ് കാണാൻ കഴിയുന്നത്. മതാചാരപ്രകാരം നോക്കെ എന്തെല്ലാം പ്രാകൃതമായ മതാചാരങ്ങളാണ് ഈ പറയുന്ന വ്യക്തി ചെയ്ത. ഈ മത ആചാരപ്രകാരം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഹിന്ദു മത ആചാരപ്രകാരമാണെങ്കിൽ പ്രധാനമായി താലി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ പുടവ കൊടുക്കൽ, പിന്നെ സിന്ദൂരം ഇടൽ, അതോടൊപ്പം നിറപറ, ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിൽ ബന്ധപ്പെട്ടുള്ള പടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള ലേഖനങ്ങളും പരമ്പരകളും വന്നിട്ടുണ്ട്. താലി എന്ന് പറയുന്നത് തന്നെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലെ ഒരു അടയാളമാണ്. പ്രത്യേകിച്ച് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൻ്റെ സിമ്പലിലുള്ള സാധനം സ്ത്രീയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയിടുന്ന രീതിയാണ്. പുരുഷത് ചെയ്യുന്നില്ല. അത് പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു അടയാളമാണ്, പ്രാകൃതമാണ്. ഇതാണ് ഈ വലിയ നാസ്തിക സമ്മേളനം നടത്തിയ ആൾക്കാരുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ചെയ്ത പ്രവൃത്തി. ഇത് വിമർശിക്കപ്പെടേണ്ടതാണ്. കളിയാക്കുന്നില്ല, വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതിനെ വിമർശിച്ചാണ് ഈ ന്യായീകരണ തൊഴിലാളികളായ ഈ ഒരു കൾട്ട് നേതാവിൻ്റെ അടിമക്കൂട്ടങ്ങളായി വന്ന് ഇങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും കേരളീയ സമൂഹത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. ഈ ന്യായീകരണ തൊഴിലാളികളെ വിമർശിക്കപ്പെടേണ്ടതാണ്. ഇനി ഇത് നമ്മൾ അവർ പറയുന്നത് വെച്ചാൽ അവർ യുക്തിവാദികളല്ല എന്നാണ്, പക്ഷെ ശാസ്ത്രപ്രകാരമാണ് എന്നാണ്. ഈ പറയുന്ന മത ആചാരങ്ങളെല്ലാം, ഈ പ്രാകൃത മത ആചാരങ്ങളെല്ലാം, വിവാഹത്തിനുള്ള മത ആചാരങ്ങളെല്ലാം ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രത്തെ അല്പം പോലും തൊട്ട് ഇദ്ദേഹം ശാസ്ത്ര പ്രഭാഷകനാണെന്ന് അറിയപ്പെടുന്നത്. നമ്മൾ മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലഘട്ടത്തിൽ തന്നെ പുരോഗമിച്ച് വരുന്ന ഒരു ആധുനിക സമൂഹത്തിൽ ഇത്രയും പ്രാകൃതമായൊരു ആചാരം നടത്തിയിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഇത്തരം കൂട്ടങ്ങളെ, ഇത്തരം ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് കാണേണ്ടത്? ഈ സമൂഹത്തിൻ്റെ പിന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണെന്നേ. ഇതാണ് പലപ്പോഴും ആൾക്കാർ പറയുന്നത്, ഇതാണ് വലതുപക്ഷ നാസ്തികത. വലതുപക്ഷം എന്ന് വെച്ചാൽ പാരമ്പര്യവാദമാണ്. മത ആചാരങ്ങൾ പാരമ്പര്യവാദമാണ്.
അതാണ് ഇദ്ദേഹം ഈ കൂട്ടർ ആഘോഷിക്കുന്നത്. ഈ വലതുപക്ഷ ആണ് ഇന്നത്തെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിലാണ് ലാഭമുള്ളത്. ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നാസ്തികരാണ് എന്ന് അവർ അടയാളപ്പെടുത്തണം. ഇനി ഈ പറയുന്ന പോലെ ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും കണ്ടു. അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് യുക്തിവാദ രംഗത്ത് പല വ്യക്തികളും ഇത്തരം വിവാഹം കഴിക്കാൻ പറ്റാതെ വിവാഹം ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്, പല ആൾക്കാരുണ്ട്. അത് വിവാഹം വ്യക്തിപരമായ തീരുമാനമാണ്. അത് വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനൊക്കെ ഇവർക്ക് അറിഞ്ഞുകൂടായിരിക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മുൻകൈയെടുത്ത് കൊണ്ടുവന്ന സ്പെഷ്യൽ മാരേജ് ആക്ട്, അതായത് നമ്മുടെ സമൂഹത്തിൽ ജാതിയും മതവും ഒക്കെ ഉള്ള സമൂഹത്തിൽ മതം വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക്, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്കും, പ്രത്യേകിച്ച് മിശ്ര വിവാഹം ചെയ്യുന്നവർക്കും ചെയ്യാവുന്ന ഒരു വിവാഹ നിയമമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട്. ഇത് 1957 ജവഹർലാൽ നെഹ്റു മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് ഇത്തരം ആൾക്കാർക്ക് ഈ നിയമങ്ങളൊന്നും അറിഞ്ഞുകൂടെ എന്ന് സംശയമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് മണിപ്പൂറും ഈ വലതുപക്ഷത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഹിന്ദുത്വ ആചാരങ്ങൾ തന്നെ കൊണ്ടുവരുന്നു അവിടെ സംശയങ്ങളുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നു. അപ്പം സാധാരണ ഈ പുരോഗമനവാദികളും പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ സ്വീകരിക്കുന്ന വിവാഹ മാരേജ് ആക്ട് എന്ന് വെച്ചാൽ സെക്ഷൽ മാരേജ് ആക്ടാണ്. അത് ചെയ്യാവുന്നതാണ്, എപ്പോഴും ചെയ്യാവുന്നതാണ്. ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വിവാഹം ചെയ്യാനുള്ള ഇന്ത്യൻ നിയമമാണ്. അത് ഇത്ര ആൾക്കാർക്ക് ഓർക്കണം എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് പോയി നോക്കട്ടെ. നാരായണഗുരു, പ്രത്യേകിച്ച് കേരളത്തിൽ നാരായണഗുരു വിവാഹത്തെക്കുറിച്ച് വളരെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് 14 ആൾക്കാരെ പാടുള്ളൂ, വിളമ്പുന്ന സദ്യകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി ആർഭാടത്തിന് എതിരെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നാരായണഗുരു. സഹോദരൻ അയ്യപ്പൻ ഒരുപടി മുമ്പേ മിശ്ര വിവാഹത്തിന് പ്രോത്സാഹനം കൊടുത്ത വ്യക്തിയാണ് സഹോദരൻ അയ്യപ്പൻ. അതിനോട് ബന്ധപ്പെട്ട് വി ടി ഭട്ടതിരിപ്പാട് ആണ് വിധവാ വിവാഹത്തിനും മിശ്ര വിവാഹത്തിനും ഒക്കെ പ്രോത്സാഹിച്ച് സ്വന്തം സമുദായത്തിൽ നിന്ന് വിധവാഹം നടക്കുകയും അതിന് കൂട്ടുനിന്ന് മാറുകയും ഇങ്ങനെയുള്ള ചരിത്രപരമായുള്ള ഒരു മണ്ഡലമുള്ള കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രാകൃത മത ആചാരപ്രകാരം വിവാഹം നടത്തിയിട്ട് അതിനെ വിമർശിച്ചവരെ കളിയാക്കുകയും വിമർശിച്ചവരെ ഈ വിവാഹ സമ്പ്രദായം, ഈ മതാചാര വിവാഹത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ സമൂഹത്തിലുള്ളത്. നിങ്ങൾക്ക് മിണ്ടാതിരിക്കില്ല. അതായത് വിവാഹം അദ്ദേഹം പെട്ടുപോയി, അത് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ന്യായീകരണത്തിന് വേണ്ടി ഇറങ്ങിച്ചാൽ അത് സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്ന സാധനമാണ്. ഈ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മളെ ആധുനിക യുക്തിവാദത്തിൻ്റെ തുടക്കക്കാരായ ഇടമർഗും സോളി ഇടമർഗും ചെയ്ത വിഭാഗം, അതൊക്കെ ചരിത്രത്തിൽ കൂടെ ഓടിച്ചു പോയിട്ടാണ്. നമുക്ക് ഇവരൊക്കെ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇവർ പഠിച്ച ക്ലാസ് ഇതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയെന്ന് തോന്നുന്നു. അതൊക്കെ ആണ്. ഈ ഉള്ളവൻ തന്നെ, ഞാൻ തന്നെ വിവാഹം ചെയ്തത് വളരെ കഷ്ടപ്പെട്ട, അതായത് ഈ മത ആചാരങ്ങളെല്ലാം റദ്ദ് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെയധികം സ്ട്രഗിൾ, വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടത്. പക്ഷെ അതിൻ്റേതായ ഒരു സാമൂഹിക ഗുണങ്ങൾ വ്യക്തിക്കും സമൂഹത്തിലും ഉണ്ടായി എന്ന് ഞാനൊക്കെ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആചാരപ്രകാരം വിവാഹത്തിൽ സ്ത്രീധന സമ്പ്രദായമാണ്. സ്ത്രീധന സമ്പ്രദായം എന്ന് പറയുന്നത് പ്രാകൃതമാണ്. അത് നിയമം മൂലം നിരോധിച്ചതാണ്. നമ്മൾ കാണുന്ന പടങ്ങളിലൊക്കെ സ്വർണത്തിൻ്റെ വില ഇപ്പോൾ അറിയാമല്ലോ, സ്വർണത്തിൻ്റെ വില അറിയാം. സ്വർണം വാരി ഇട്ടിരിക്കുക പല ആൾക്കാരും അല്ലേ. ഈ പടത്തിലും കാണുകയുണ്ടായി. എന്ത് പ്രാകൃതമാണ് സുഹൃത്തെ ഇങ്ങനെ ചെയ്യുന്നത്, സമൂഹത്തെ പിന്നോട്ട് നയിക്കുക. ഇത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഈ വലിയ നാസ്തിക സമ്മേളനവും പുരോഗമന സമ്മേളനവും വിളിച്ചു കൂട്ടി ഇങ്ങനെ ആൾക്കാരെ വിഡ്ഢികളാക്കുന്നത്? ഇത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക പല ആൾക്കാർ. അതാപ്പം സ്ത്രീധന സമ്പ്രദായം ഒരു പ്രാകൃതമാണ്, നിയമവിരുദ്ധമാണ്. യുക്തിവാദികൾ സമൂഹത്തിൽ എപ്പോഴും മാതൃകയാണ്. ഈ പറഞ്ഞ പോലെ മതം കടന്നു പിടിക്കുന്ന ഒരു മേഖലയാണ് ജനനം. കുട്ടി ജനിക്കുമ്പോൾ മതം ചാടിപ്പിക്കും. നൂലുകെട്ട്, സുന്നത്ത്, മാവോദിസ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ വരാറുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, മതം ഇടപെടുന്ന ഈ രീതി രണ്ടാമത്തെ കാരണം വിഭാഗം എന്ന പ്രക്രിയ. അതായത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ റദ്ദ് ചെയ്ത് കൊണ്ടുള്ള മതം ഇടപെടുന്ന രീതിയാണ്. ഇതിനെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തന്നെ മുന്നേറേണ്ടതാണ്. അതാണ് യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട. യുക്തിവാദ പ്രവർത്തനം
ഒരു ജീവിത രീതിയും കൂടിയാണ്. അത് അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ നിന്നിട്ട് അതിന് ഒരു ചെയ്തിട്ട് അതിന് ആശംസ അറിയിപ്പിക്കുക, ആശംസകൾ അവരെ ലോക വെച്ചുള്ള ആശംസകൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ഒരു വിവാഹം എന്നത് വ്യക്തിപരമാണ്. അത് മതാചാരപ്രകാരം ചെയ്തെങ്കിൽ ആ വ്യക്തിയുടെ കുഴപ്പമുണ്ട്. അതിനെ ഇങ്ങനെ ഈ കൊണ്ടുനടക്കുക ചെയ്യുമ്പോൾ വിമർശിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ട്. അതുപോലെ മരണം വരുമ്പോൾ മരണം നടക്കുമ്പോഴുള്ള മതം ചാടി വീഴാറുണ്ട്. അതിൽ നിന്നെല്ലാം മോചനമാണ് യുക്തിവാദം മുന്നേറുന്നത്. കേരളീയ യുക്തിവാദി മേഖലയിലെ ഇത്തരം ആൾക്കാർ, ഈ പറയുന്ന വലിയ നാസ്തിക സമ്മേളനം നടത്തിയ ആൾക്കാർ ഈ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമായി എടുക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാകൃത ആചാരങ്ങളെ ധൃതിയേക്കാതെ അതിനെ കൂട്ടുപിടിച്ച് അതൊന്നും സമൂഹത്തിൽ വലിയ സമൂഹത്തിൽ സ്വീകാര്യതയുണ്ട്. നമുക്കതിന് മാറി നിൽക്കാൻ പറ്റില്ല, അത് സ്ട്രഗിൾ പറ്റില്ല. അതുകൊണ്ട് അതിനെ കൂട്ടുപിടിക്കുന്ന ഈ വലതുപക്ഷ രീതി ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ രീതിയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിന് ചൂട്ടുപിടിക്കാൻ ഇത്തരം ആൾക്കാരെ തിരിച്ചറിയണം. ഇന്നത്തെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഹിന്ദു മതം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ മതമാണ്. അതിൻ്റെ ആചാരങ്ങൾ കംപ്ലീറ്റ് മനുഷ്യവിരുദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ന്യായീകരിക്കൽ ഈ സമൂഹത്തിൽ ചെയ്യരുതേ. ഇത് സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയാണ്. നിങ്ങൾക്ക് വെളിച്ചമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.